ഓ ദിനുവേ, അപ്പൊ കക്കാടംപൊയിൽ എങ്ങനെയുണ്ട്? കക്കാട് നല്ല വൈബല്ലേ, അടിപൊളിയല്ലേ? സൂപ്പറാ. ഇനി വരുമോ? തീർച്ചയായും ആണല്ലേ. നമ്മുടെ ഇത്രയും നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ഇത്രയും നല്ലൊരു മനോഹരമായ സ്ഥലം ഉണ്ടായിട്ട് അല്ലേ? പക്ഷെ ഇതിന്റെ മനോഹാരിത നമ്മുടെ സർക്കാർ നിലനിർത്തണം. ഉറപ്പായിട്ടും നമ്മുടെ ഊട്ടി നിർത്തുന്ന പോലെ അവര് സംരക്ഷിച്ച് ഇവിടെ ഇനിയും കൂടുതൽ മലകളൊക്കെ ഇടിച്ചു നിർത്താതെ നോക്കുക. നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് എന്തായാലും കക്കാടംപൊയിൽ മാറും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ദിനുവിന്റെ ഉറപ്പല്ലേ? അവിടെ സിബി, നമ്മൾ ഏതായാലും ഒരു മാസത്തിൽ 2 തവണയൊക്കെ ഇവിടെ നമ്മൾ വരാറുണ്ട് കക്കാടംപൊയിൽ. എന്താ ഒരു കക്കാടംപൊയിലിനെ കുറിച്ചൊരു അഭിപ്രായം എന്താ? നമ്മുടെ കക്കാടംപൊയിൽ ഇപ്പൊ ഈ മലയോര ഹൈവേയും കൂടി വന്നതുകൊണ്ട് യാത്രാ സൗകര്യം കൂടിയുണ്ട്. നല്ല ഭംഗിയായി കയറി വരാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ യാത്ര ചെയ്ത് വരാൻ പറ്റും. നല്ല എന്താ പറയാ, ഇവിടെ മുകളിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു മണിക്കൂർ മുമ്പ് വന്നു, അന്നേരം നല്ല തെളിച്ചുമായിരുന്നു. ഇപ്പൊ മുകളിൽ കോട, നല്ല ഒരു എന്താ പറയാ, നല്ല അന്തരീക്ഷം, അടിപൊളി ക്ലൈമറ്റും നല്ല ഒരു രസകരമായ എന്താ പറയാ ഒരു വൈബാണ് ഇവിടെ ഉള്ളത്. ഓക്കെ. പിന്നെ ഞാനൊരു കാര്യം പറയണം, ഈ കക്കാടംപൊയിൽ ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഇവിടെ വളർത്താൻ സാധിച്ച നമ്മുടെ MLA, നമ്മുടെ മുൻ MLA നമ്മുടെ അൻവറായിരുന്നു. അൻവറിനെ കുറിച്ച് എന്താ അഭിപ്രായം? അൻവർ ഇവിടെ വന്നു, അൻവറിന്റെ ആയ രീതിയിലുള്ള ബിസിനസ് അൻവർ ഇവിടെ ചെയ്തു. അൻവർ അത് എന്താ പറയാ, അതോടുകൂടി കക്കാടംപൊയിൽ അറിയപ്പെടുന്നു. അങ്ങനെയാണ് കക്കാടംപൊയിൽ വന്നത്. ഒരു ഡാം ഉണ്ടാക്കി, പിന്നെ എന്താ പറയാ, പിന്നെ കണ്ടമാനം റിസോർട്ടുകൾ അതോടുകൂടി അനുബന്ധിച്ച് കണ്ടമാനം റിസോർട്ടുകൾ വന്നു. അതോടുകൂടിയാണ് കക്കാടംപൊയിൽ നല്ല ഇതിലേക്ക് മാറി, നല്ല പിക്കപ്പായി. ഇപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ ഒരു തിരുവനന്തപുരംകാരനെ കണ്ടു, പിന്നെ ഒരു തൃശ്ശൂരുകാരനെ കണ്ടു, ലാസ്റ്റ് ഞങ്ങൾ പോലും ഒരു മൂന്നാറുള്ളൊരു ചേട്ടനെ കണ്ടു. ആലോചിച്ച് നോക്കണം, അവിടുന്ന് പോലും ആളുകൾ ഇവിടെ കക്കാടംപൊയിൽ വരുന്നുണ്ട്. ശരിയാണത്. കണ്ടമാനം ആൾക്കാരുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ വരുന്നത് എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ, മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കണ്ടത്. നമ്മുടെ കോഴിക്കോടിനേക്കാളും. ഓക്കെ. ബാബു ചേട്ടാ, എങ്ങനെയുണ്ട് നമ്മുടെ കക്കാടംപൊയിൽ? സൂപ്പർ അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ കക്കാടംപൊയിലിനെ കുറിച്ച്? മനോഹരം, അതേ പറയാനുള്ളൂ. നമ്മുടെ യാത്രയൊക്കെ അടിപൊളിയല്ലായിരുന്നു? ആയിക്കോട്ടെ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരോടും പറയാണ്, കക്കാടംപൊയിൽ നിർബന്ധമായിട്ടും ഒരു വട്ടമെങ്കിലും വന്ന് കാണുക. നമ്മുടെയൊക്കെ തൊട്ടടുത്താണ് കക്കാടംപൊയിൽ, ഒരു 20 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ആളുകൾ വരുന്നില്ല, എന്താണെന്ന് അറിയില്ല. നമ്മുടെ അവിടെയൊക്കെ ഇതേപോലെ തന്നെ ഈ കുന്നുമലയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. എന്നാലും തീർച്ചയായിട്ടും വരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്താം കേട്ടോ. കക്കാടംപൊയിൽ ഒരു ടൗണാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഒരു മനോഹരമായ ഒരു ചെറിയ ടൗണ്, നല്ല സൈലൻ്റായ ഒരു ടൗണാണ് കക്കാടംപൊയിൽ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇത്രയും ഒരു ജനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞായറാഴ്ചയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കക്കാടംപൊയിലാണ്. പ്രകൃതി മനോഹരമായ കോഴിക്കോട് മലപ്പുറം ജില്ലയുടെ സൈഡായ കക്കാടംപൊയിൽ എത്ര കണ്ടാലും മതി വരാത്ത ഒരു അനുഭൂതിയാണ്. 1968 മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ഒരുപാട് കുടിയേറ്റ കർഷകർ ഈ മണ്ണിലേക്ക് ചേക്കേറി. അവർ ഈ മണ്ണിൽ പൊന്നു വിളയിച്ചു. പക്ഷേ എല്ലാ കൃഷികളും രോഗം വന്നു കഴിഞ്ഞ് നശിച്ചു പോയപ്പോൾ അവരെല്ലാം പതുക്കെ തൊട്ടു താഴെയുള്ള തിരുവമ്പാടി, കൂടരഞ്ഞി, കോടഞ്ചേരി മേഖലകളിൽ സ്ഥലമെടുത്ത് താമസമാക്കി. അവർ കൃഷി എല്ലാം ചെയ്ത് അത് വരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമുക്, തെങ്ങ്, സകല കൃഷികളും നശിച്ചുപോയി. അങ്ങനെ കക്കാടംപൊയിൽ അവർക്ക് നിലനിൽപ്പില്ലാത്ത ഒരു സ്ഥലമായിട്ട് മാറി. ഇതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്താ സംഭവം എന്നറിയോ? നമ്മുടെ മുൻ MLA ആയിരുന്ന അൻവർ ഈ കക്കാടംപൊയിലിനെ ഈ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്. അൻവർ ഇവിടെ ഈ കക്കാടംപൊയിൽ ഒരു ചെറിയ ഡാം കെട്ടുകയും അവിടെ ഒരു പാർക്ക് ഉണ്ടാക്കുകയും ചെയ്തു. അതോടുകൂടി കക്കാടംപൊയിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി വളർന്നു. ഇപ്പോൾ ശരിക്കും പറയുവാണെങ്കിൽ നമ്മുടെ ഈ കക്കാടംപൊയിൽ കേരളത്തിലെ ഒരു 2ാമത്തെ മൂന്നാറാണ്. ഈ മൂന്നാറിൽ വരുന്ന അതേ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മുടെ ഈ കക്കാടംപൊയിൽ സർക്കാർ വേണ്ട രീതിയിൽ ഒരു പ്രോത്സാഹനം കൊടുക്കുന്നില്ല എന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം ഇവിടെ ശനി ഞായർ ദിവസങ്ങളിൽ വണ്ടി പോലും പാർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വണ്ടികളും ആളുകളുമാണ് ഇവിടെ എത്തുന്നത്. സർക്കാർ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് മേഖലയായിട്ട് വളരുവാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ കക്കാടംപൊയിൽ. അപ്പോൾ നമ്മുടെ കക്കാടംപൊയിൽ ആദ്യമായിട്ട് വരുവാണോ? എങ്ങോട്ട് അടിപൊളിയാണോ? എവിടെ വീട് എവിടെയാ? സൂപ്പർ അല്ലേ? ഇനി വരുമോ? ആണല്ലേ. ഇവിടെ നായാടംപൊയിലുണ്ട്, അവിടെ പോയോ? ഇവിടെ ഒരു കിലോമീറ്റർ പോയാൽ മതി. ഓക്കെ. അപ്പോൾ സൂപ്പറാണ്, എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ?